ന്റെ കാൽവിരലുകൾ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ, അവരെങ്ങാനും നമ്മെ കണ്ടാൽ അവരങ്ങ് നമ്മെ കൊന്നുകളയുമല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അതേ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, ഇദ് യഖൂലു ലി സാഹിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂട്ടുകാരനോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ആരെ പേടിക്കാനാണ്? ഈ ഒരു അചഞ്ചലമായ വിശ്വാസമാണ് ഇന്ന് ഫലസ്തീനിലെ മക്കള് ഏത് ബോംബിന്റെയും ഏത് മിസൈലിന്റെയും മുന്നിൽ നെഞ്ചുവിരിച്ചു നിർത്താൻ സാധിക്കുന്നതെങ്കിൽ അല്ലാഹുവിനെ ആരെങ്കിലും തവക്കുലാക്കിയാൽ വഹുവ ഹസ്ബു, അവനിക്ക് അല്ലാഹ് മതിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഭവനത്തിൽ നാം ഈ ഒരുമിച്ച് കൂടിയത് അവന്റെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ലോകമെമ്പാടും ഒരു പാവം ജനതയെ കൂട്ടം കൂടി ആക്രമിക്കുമ്പോൾ വർഷങ്ങളോളം കാത്തിരിപ്പിന് ശേഷം ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ചേർന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭയിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുകയുണ്ടായി. വർഷങ്ങളോളം ആക്രമണങ്ങൾ മാത്രം തൊഴുതുവിട്ട രാജ്യങ്ങൾക്കെതിരെ ഒരു നിലവിലും നടപടികളെടുക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വന്നതിൽ സന്തോഷിക്കുന്നു. എത്രത്തോളമെന്ന് വെച്ചാൽ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടന്റെ ആധിപത്യത്തിലായതുപോലെ തന്നെ ഈ ഫലസ്തീൻ അടങ്ങുന്ന രാജ്യങ്ങൾ ബ്രിട്ടനിന്റെ അധീനതയിലായിരുന്നു. 1948 ഫലസ്തീനിനെ സ്വതന്ത്രമാക്കി പോകുമ്പോൾ ആ ബ്രിട്ടൻ ചെയ്തു വെച്ചൊരു കാര്യമെന്തെന്ന് വെച്ചാൽ ആരും സഹായിക്കാനില്ലാത്ത ജൂതന്മാരെ ഫലസ്തീനിൽ പ്രത്യേകമായി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അതല്ലെങ്കിൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് എന്നുള്ളത്. ആ ഇംഗ്ലണ്ട് വരെ ഫലസ്തീൻ അതൊരു സ്വതന്ത്ര രാജ്യമാവണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചുവെങ്കിൽ മാത്രവുമല്ല ഫലസ്തീനികൾക്ക് വേണ്ടി ഇംഗ്ലണ്ടിൽ പ്രത്യേകമായി എംബസി തുറക്കുകയും ഫലസ്തീനികളുടെ പതാക അവിടെ ഉയർത്തുകയും ചെയ്തു. എങ്കിൽ ചെറിയ മാറ്റങ്ങൾ നമുക്കിതിൽ കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇന്നും നമ്മുടെ ഫലസ്തീനിലെ മക്കൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇതെല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. എത്രത്തോളം ഒരു രോഗം ബാധിച്ചാൽ ചികിത്സിക്കാൻ പോലും വകുപ്പില്ലാതെ കൈകാലുകൾ ബോംബാക്രമണത്തിൽ നഷ്ടപ്പെട്ടുപോയി, മുറിവുകൾ പറ്റിയ സ്ഥലത്ത് വെറും തുണികൾ മാത്രം കെട്ടിയത് കാരണം കൊണ്ട് അതെല്ലാം പഴുത്തളിഞ്ഞുകൊണ്ട് മാറുന്ന വളരെ ദയനീയമായ രംഗങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടിയൊച്ചയുടെ ശബ്ദം കേട്ടുകൊണ്ട് പാവപ്പെട്ട പിഞ്ചോമന പൈതങ്ങൾ ഞെട്ടിയുണരുകയും
ആ ഒരു പേടിയിൽ അവരുടെ ജീവിതത്തെ തന്നെ മാറ്റം വരുത്തുകയും ചെയ്തൊരു കാലം. ആ പാവപ്പെട്ട ജനത ജീവിക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. എന്നാലും അവർ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ അവർ കൈവെടിയുന്നില്ല എന്നുള്ളതും, ഓരോ മിസൈലുകൾ വന്നു വീഴുമ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മന്ത്രമണികളാൽ അവർ മുന്നോട്ടു പോകുന്നെങ്കിൽ അവരുടെ ഈമാൻ അത് അചഞ്ചലമാണ്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ കരമാർഗങ്ങൾ അടച്ചു, എല്ലാ മേഖലകളും അടച്ചു, ഭക്ഷണങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല. ഭക്ഷണം വരുന്ന വേദന ഏതെങ്കിലും ഹെലികോപ്റ്ററുകൾ പറന്നു വരുമ്പോൾ പാവപ്പെട്ട ജനത ഭക്ഷണത്തിനു വേണ്ടി ഓടിക്കൂടി ഭക്ഷണം ലഭിക്കുമെന്ന് ആകാശത്തിലേക്ക് കൈയുയർത്തുമ്പോൾ അവരുടെ മുഖത്തേക്ക് വീഴുന്നത് ശക്തിയേറിയ ബോംബുകളാണെങ്കിൽ അവ പാവപ്പെട്ടവരെ ഈ ലോകം നോക്കിക്കാണുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ആര് വരമേൽപ്പിച്ചുവോ അവൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവെടിയുകയില്ല. ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉന്നതങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും നേരിടേണ്ടി വന്ന ഒരു സഹനത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് ഫലസ്തീൻ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഭക്ഷണങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. വെള്ളങ്ങൾ കുടിക്കാതെ കൊടുക്കാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ഹബശീനയിലേക്കും പിന്നീട് മദീനയിലേക്കും പലായനം ചെയ്തിട്ടുണ്ട്. ആ ഒരു പലായനത്തിന്റെ ചെറിയൊരു മുഖമാണ് ഇന്ന് നമ്മൾ ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മദീനക്കാരാകുന്ന അൻസാരികളായ നല്ലൊരു സമൂഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നു എന്നൊരു സത്യം നാം മറന്നുപോകാൻ പാടില്ല. ഏതായിരുന്നാലും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഏത് കാലത്തും ഒരുപാട് കിങ്കരന്മാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഹുങ്കിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഫറോവ തന്റെ രാജ്യത്തിന്റെ കീഴിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാൻ വേണ്ടി ഉത്തരവിട്ടു. അതെല്ലാം അവരുദ്ദേശിച്ചിരുന്നത് അവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചതുകൊണ്ടായിരുന്നു. എന്നാൽ ഏത് പ്രയാസത്തിന്റെ സമയങ്ങളിലും അള്ളാഹുവിനെ കൈവെടിയാതെ ബോംബുകൾ ഒരു ഭാഗത്ത് പൊട്ടിത്തിമർക്കുമ്പോ മറുഭാഗത്ത് ഷെഡുകൾ കെട്ടിക്കൊണ്ട് പാവപ്പെട്ട ജനത അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ടാകാം. ഭക്ഷണങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പാവങ്ങൾ. എത്രത്തോളം മയ്യത്ത്, നൂറുകണക്കിന് മയ്യത്തുകളാണ് ഓരോ ദിനം പ്രതി ഈ മനുഷ്യന്മാർ നിസ്കരിച്ചു കൂട്ടുന്നത്. മയ്യത്തുകളുടെ മുന്നിൽ നിൽക്കാൻ ആഫിയത്തില്ലാതെ ഇരുഭാഗങ്ങളിലുമുള്ള രണ്ട് മനുഷ്യന്മാർ താഴേക്ക് വീണു പോകുമ്പോൾ നടുവിലുള്ള മനുഷ്യൻ രണ്ട് കരങ്ങളെ കൊണ്ട് ആ പാവങ്ങളെ കൈപിടിച്ചുയർത്തുന്ന വീഡിയോ നമ്മൾ കണ്ടു. അവരൊന്നും അഭിനയിക്കുകയല്ല, അവരൊക്കെ ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാൾക്കും അവിടെ നിന്ന് അള്ളാഹു രക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ആ പ്രയാസങ്ങളിലെല്ലാം നമ്മൾ തളരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുമ്പോ ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊടുക്കും, മറ്റു ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊടുക്കും, മറ്റു ചിലർക്ക് തൊഴിലില്ലായ്മ കൊടുക്കും. ഇങ്ങനെ കുടുംബത്തിലും മക്കളിലും കച്ചവടത്തിലും വരുമാനത്തിലുമൊക്കെ ധാരാളം പ്രശ്നങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പരീക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മനുഷ്യനെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അതേ ഓരോ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് പ്രയാസങ്ങളിലൂടെയാണ്. ഓരോ ജീവിക്കുന്ന മനുഷ്യർക്കും അവരുടേതായ പ്രയാസങ്ങൾ ഉണ്ടാകും. പുറമേ നാം കാണുമ്പോൾ അവരെല്ലാം സുന്ദരമായി ജീവിക്കുന്നവരായി തോന്നിയേക്കാം. പക്ഷേ അല്ലാഹു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അവരെല്ലാം ഓരോരുത്തരും അവരുടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. സുഖാഡംബരങ്ങളിൽ കഴിയുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ
മറന്നുപോവാൻ പാടില്ല. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഈ സാധുക്കളായ പാവങ്ങള് പട്ടിണിയിൽ കിടന്നുകൊണ്ട് ഒന്ന് മരിക്കുന്ന സമയത്തൊന്ന് കൈകാലുകൾ അടിച്ചു പിടയാൻ പോലും കഴിയാത്ത വല്ലാത്ത യാതനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ നമ്മളൊരു ഭാഗത്ത് കാണുമ്പോ മറുഭാഗത്ത് മഞ്ഞക്കല്യാണവും പച്ചക്കല്യാണവുമായിക്കൊണ്ട് കോടികൾ ദൂർത്തടിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, അത്തരം വിവാഹവേളകളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അത്തരം വിഷയങ്ങൾ നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മുടെ കല്യാണങ്ങളും നമ്മുടെ ഏത് കാര്യങ്ങളാണ് വരുന്നതെങ്കിലും അവിടെയെല്ലാം നമ്മൾ അല്ലാഹുവിനെ മറന്നുപോവാൻ പാടില്ല. പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യത്തിൽ 4, 5, 6, 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അല്ലാഹുവിനെ ധിക്കരിക്കുന്ന രൂപത്തിലുള്ള അഴിഞ്ഞാട്ടത്തിന്റെ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വിവാഹ ആർഭാടങ്ങള് നമ്മൾ തീർത്തും തിരുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സദസ്സിലേക്ക് പോവാതിരിക്കാനെങ്കിലുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ കടന്നു പോകുമ്പോ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ അല്ലാഹുവിനെ മറക്കാതിരിക്കാറില്ല. എന്നാൽ സന്തോഷങ്ങൾ വരുമ്പോ നമ്മൾ അല്ലാഹുവിനെ ഒരിക്കലും മറന്നുപോവാൻ പാടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്നപ്പോ ദീനിന് വേണ്ടി എല്ലാ സമ്പത്തുകളും ചെലവഴിച്ചു. മഹദിയായ ആയിഷ ഉമ്മ പറയാണ്, ഖാലത്തു വല്ലാഹി മാ തറക അബൂബക്കർ ദീനാറൻ വലാ ദിർഹമാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ ഒരു ദിർഹമോ ഒരു ദീനാറോ ബാക്കി വെച്ചിരുന്നില്ല. അത്രമേൽ പാവപ്പെട്ടവനായ രൂപത്തിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് വിട പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്റാ കൈസറിനെ വിറപ്പിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എല്ലാ സമയത്തും ദുആ ചെയ്തിരുന്നത് എന്തായിരുന്നു? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക. അല്ലാഹുവേ, നിന്റെ മാർഗത്തിലായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. ഷഹദാഇന്റെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക. എന്റെ മരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ വെച്ചാക്കണേ അല്ലാ. ഇതെല്ലാം അവർ ദുആ ചെയ്തിരുന്നു. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയും ചെയ്തു. അവർ അല്ലാഹുവിനെ അറിഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ പ്രവർത്തിച്ചു. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കാലിന് മുടന്തുള്ള മനുഷ്യനാണ്. ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് റിക്വസ്റ്റ് ചെയ്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചില്ല, മക്കൾ സമ്മതിച്ചില്ല. പിന്നീട് ഉഹദ് വരുമ്പോ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നു, നബിയേ, എനിക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദാവണം, അതുകൊണ്ട് എനിക്ക് സമ്മതം തരണേ നബിയേ എന്ന് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തില്ല, മക്കൾ അനുവദിച്ചില്ല. അപ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ മക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഖബറിലേക്കുള്ള സമ്പാദ്യമാണെങ്കിൽ ഞാൻ എന്റെ ഖബറിലേക്കുള്ള സമ്പാദ്യമാവേണ്ടത് ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുക്കുകയും ഉഹദിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു റബ്ബിലേക്ക് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, എന്നെ എന്റെ വീട്ടുകാരിലേക്ക് നീ മടക്കല്ലേ അല്ലാ, എന്നെ ഷഹീദായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടിറങ്ങിയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. അവരെല്ലാം അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അവരെല്ലാം ജീവിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്തതൊന്നും ഇവിടെ നടക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മോട് ഉറപ്പെടുത്തുന്നു, ഖുല്ലം യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ ഹുവ മൗലാനാ. നിങ്ങൾ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലം യുസീബനാ ഇല്ലാ മാ ഖതബല്ലാഹു ലനാ. അല്ലാഹു കണക്കാക്കിയതല്ലാത്തതൊന്നും തന്നെ ഈ ലോകത്തൊരു ഇല പോലും അനങ്ങുകയില്ല. കാരണം ഹുവ മൗലാനാ, ആ അല്ലാഹയാണ് നമ്മുടെ രക്ഷകന്, ആ അല്ലാഹയാണ് നമ്മെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പറയാണ്, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതേ, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തി തരുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിനെ മറക്കാതെ, ഏത് സന്തോഷത്തിലും
അല്ലാഹുവിനെ മറക്കാതെ അല്ലാഹു നിഅമത്ത് തരുമ്പോ ആ നിഅമത്തിന് ശുക്റായിക്കൊണ്ട് ഒരു ശുക്റിന്റെ സുജൂദ് പോലും ചെയ്യാതെ ധിക്കാരികളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോറസൗറിലിരിക്കുമ്പോ അതേ ശത്രുക്കളുടെ കാലിന്റെ കാൽവിരലുകൾ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയേ, അവരെങ്ങാനും നമ്മെ കണ്ടാൽ അവരങ്ങ് നമ്മെ കൊന്നുകളയുമല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ അതേ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, ഇദ് യഖൂലു ലി സാഹിബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂട്ടുകാരനോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും പേടിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ആരെ പേടിക്കാനാണ്? ഈ ഒരു അചഞ്ചലമായ വിശ്വാസമാണ് ഇന്ന് ഫലസ്തീനിലെ മക്കള് ഏത് ബോംബിന്റെയും ഏത് മിസൈലിന്റെയും മുന്നിൽ നെഞ്ചു വിരിച്ചു നിർത്താൻ സാധിക്കുന്നതെങ്കിൽ അല്ലാഹുവിനെ ആരെങ്കിലും തവക്കുലാക്കിയാൽ വഹുവ ഹസ്ബു, അവനിക്കല്ല മതിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ ആ പാവപ്പെട്ടവരുടെ യാതനകളിൽ ഞങ്ങൾ സങ്കടപ്പെടുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും പാവപ്പെട്ട കൂട്ടുകാർക്ക് അല്ലാഹുവേ അവരെ ഇനിയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, അവരെ ഇനിയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ, അവർ വിഷമിക്കുന്നവരാണല്ലാ, അവർക്ക് നീ കാവലാവണേ അല്ലാ. ആ പാവപ്പെട്ടവർ ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുമ്പോ സുഖാഡംബരങ്ങളോടുകൂടെ എല്ലാ സന്തോഷത്തിലും എയർ കണ്ടീഷന്റെ സംവിധാനത്തിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നെങ്കിൽ അല്ലാഹുവേ അവർ കഷ്ടപ്പെടുന്നതിൽ ഞങ്ങൾ ഒരിക്കലും പങ്കെടുക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ നീ ശിക്ഷിക്കല്ലേ റഹ്മാനേ. ആ പാവങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ, അവർക്ക് നീ ഭക്ഷണം നൽകണേ അല്ലാ, അവർക്ക് നീ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ ആ രാജ്യത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. يا عبادي الذين آمنوا